ഹേ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസേർട്ട് ഐറ്റമാണ്, എന്തെന്ന് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ഡിസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ബേസാണ്, സ്പഞ്ചിൻ്റെ ബേസ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില സ്പഞ്ചോ ബട്ടർ സ്കോച്ച് സ്പഞ്ചോ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചുള്ള സ്പഞ്ച് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. ഇവർക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്തത്. ബേസ് ആയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കാൻ വളരെ ഈസിയാണ്. 1 കപ്പ് മൈദക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഇതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ 1 കപ്പ് മിൽക്കും 1/4 കപ്പ് ഓയിലും. ബേക്കിംഗ് ടിന്നിലോട്ടേക്ക് ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ എന്നിട്ടത് സെറ്റാക്കി എടുക്കുക, കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് ബിരിയാണി പോട്ടിലാണ്. അത് ഹൈ ഫ്ലെയിമിൽ വെക്കാം, അങ്ങനെയാണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ലോ ഫ്ലെയിമിലിടാം. കേക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. 20-25 മിനിറ്റ്സിനുള്ളിൽ സെറ്റാക്കി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ആ കേക്ക് ഒരു പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് ബൗളോ എന്തോ ആവാം കേട്ടോ, അതിലേക്ക് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. ഈ ഗ്ലാസ് ബൗളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ നമ്മൾ സോക്ക് ചെയ്തെടുക്കണം ആ സ്പഞ്ചിനെ. അപ്പോൾ ഞാനിപ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് വാട്ടറിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് മെൽട്ടായിട്ട് കുറച്ച് ഒരു ലിക്വിഡ് കുറച്ചൊരു തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മൾ സ്പഞ്ചിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ സ്പഞ്ച് മൊത്തമായിട്ട് സോക്കാക്കി എടുക്കുക. മൊത്തമായിട്ട് യൂസ് ആവും കേട്ടോ. ആ ഒരു 1 കപ്പ് മൊത്തമായിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ലെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐസ്ക്രീംസാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അമൂലിൻ്റെ വാനില ഐസ്ക്രീമും പിന്നെ ചോക്കോ ചിപ്പ് ഐസ്ക്രീമും കൂടിയാണ്. പിന്നെ അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ലെയർ കേക്ക് വന്നു, അതിൻ്റെ മേലേക്ക് ഐസ്ക്രീം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചോക്കോ ചിപ്പാണ്. അത് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഈ കേക്കിൻ്റെ മേലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലേക്ക് ചോക്ലേറ്റ് ഷേവിങ്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. അതിപ്പോൾ വാൻ ഹ്യൂട്ടൻ്റെ ചോക്ലേറ്റ് എൻ്റെ അടുത്തുണ്ടായിരുന്നു, അത് ഞാൻ കത്തി വെച്ച് ചെറുങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ലെയറും സെറ്റായി കിട്ടും. പിന്നെ നെക്സ്റ്റ് ലെയർ വാനിലാൻ്റെ ആണ്. അപ്പോൾ വാനില ഐസ്ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മേലേക്ക് ഹാസൽനട്ടും നട്ട്സും ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ വാനില ഐസ്ക്രീമിൻ്റെ ടോപ്പ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അത് എന്തിനെന്ന് വെച്ചാൽ ഒരു ക്രഞ്ചിനെസ് വേണ്ടിയിട്ടാണ് ഈ ചോക്ലേറ്റും പിന്നെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ചോക്ലേറ്റ് ഐസ്ക്രീമിൽ നമുക്ക് ചോക്കോ ചിപ്പ് ഉണ്ട്, എന്നാലും ഒരു റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ വാനിലാൻ്റെ ആ ഒരു ബേസും ചോക്ലേറ്റിൻ്റെ ബേസും പിന്നെ സ്പഞ്ചിൻ്റെ ബേസും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പൗണ്ട് ഇല്ലേ, ഡാർക്ക് കോമ്പൗണ്ട് ആവാം, മിൽക്ക് കോമ്പൗണ്ട് ആവാം, ഏതും ആവാം. പിന്നെ വൈറ്റ് കോമ്പൗണ്ടും ആവാം കേട്ടോ. നമ്മൾ മിൽക്കി ബാറിൻ്റെ ആ കോമ്പൗണ്ടില്ലേ, ആ കോമ്പൗണ്ടും ആവാം. കൂടുതൽ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഡാർക്ക് കോമ്പൗണ്ട് സ്കിപ്പ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വാൻ ഹ്യൂട്ടൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ്. അത് ഞാൻ കത്തിയിൽ മുറിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഷേവിങ്സ് ആക്കിയത്. പിന്നെ അത് ഞാൻ മെൽറ്റ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തതാണ്. മെൽറ്റ് ചെയ്തിട്ട് പിന്നെ അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതങ്ങനെ ലിക്വിഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓറിയോ ബൈറ്റ്സും പിന്നെ ചോക്ലേറ്റ് ചിപ്പൊക്കെ ഉള്ള ഐസ്ക്രീംസ് കിട്ടും, പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടൂലേ. പിന്നെ അതിൽ ചോക്ലേറ്റ് ഷേവിങ്സൊക്കെ ഉള്ള ചോക്ലേറ്റ് ഗഡ്ബിഡ് എന്ന് പറയുന്ന സംഭവത്തിലും ഇങ്ങനത്തെ ഒരു ടേസ്റ്റാണ് വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ആ ഐസ്ക്രീമിൻ്റെ ടോപ്പ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തെന്ന് വെച്ചാൽ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂണോട് ഒന്ന് സ്വോൾ ചെയ്തെടുക്കുക, ക്ലോക്ക് വൈസൊക്കെ ഇങ്ങനെ ജസ്റ്റ് വലിച്ചെടുക്കുക. എന്തിനെന്ന് വെച്ചാൽ ഒരു ക്രസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് ഇപ്പം നമ്മൾ ഡ്രീം കേക്കിൽ ഒരു ഫുള്ളായിട്ട് ടോപ്പ് ലെയർ ക്രസ്റ്റ് പോലെയല്ലേ ഉണ്ടാവില്ലേ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരു ചോക്ലേറ്റ് ചിപ്പൊക്കെ ചോക്ലേറ്റിൻ്റെ ഷേവിങ്സൊക്കെ കടിക്കാൻ കിട്ടിയാൽ മതി. ആ ഒരു
ആ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്തെന്ന് വെച്ചാൽ ഫ്രീസറിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് റാപ്പ് ചെയ്യുക, എന്നിട്ട് ഫ്രീസറിൽ വെക്കുക. ബിഫോർ ദാറ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വന്ന് താഴെ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട്. അത് മെൽറ്റ് ആവില്ല, കാരണം ഈ ഒരു ചോക്ലേറ്റിനൊരു ക്രസ്റ്റ് ഇടയിൽ ഉണ്ടാവില്ലേ, അതുകൊണ്ട്. പിന്നെ ഞാനിത് രാവിലെ 10:30 വെച്ചത് 3 മണി ആകുമ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് കാണിച്ചതാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്തത് സ്കൂപ്പ് ചെയ്തിട്ട് ബൗളിലാക്കി പിന്നെയും സെറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതെന്തെന്ന് വെച്ചാൽ ദാനു കരഞ്ഞതുകൊണ്ട് അവനെടുത്ത് കൊടുത്തതാണ്. ബാക്കി കുട്ടികൾ വന്നപ്പം കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.